പാവം ആ പത്രപ്രവർത്തകയ്ക്ക് ആകാശവാണിയെ പറ്റിയോ മൻ കി ബാത്തിനെ പറ്റിയോ അറിയുന്നുണ്ടാവില്ല. നമ്മുടെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ കൂടെയാണ് സംസാരിക്കുന്നതെന്നും അത് നിങ്ങൾ കേട്ടാൽ മാത്രം മതി, ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കണ്ട എന്നുള്ള മനോഭാവം നെഞ്ചിലേറ്റ് നടക്കുന്നൊരു പ്രധാനമന്ത്രിയും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു ജനതയുമായി ഈ നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ളൊരു ഔന്നിത്യം ആ പാവ സ്ത്രീക്കില്ലാതായിപ്പോയി. അപാരമായ ഇന്ധന വില വർധനവിൽ ഇന്ത്യ രാജ്യം കത്തിയെരിയുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി 5 വിദേശ രാജ്യങ്ങളുടെ സന്ദർശനത്തിലാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി അദ്ദേഹം നടത്തുന്ന യാത്രയാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഈ യാത്രയ്ക്ക് ഇപ്പോൾ ലോക ശ്രദ്ധ വന്നിരിക്കുന്നത് നോർവേയിൽ ഒരു പത്രക്കാരി ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ്. അദ്ദേഹം പോയ രാജ്യങ്ങൾ ആദ്യം UAE പോയി, പിന്നെ സ്വീഡൻ, നോർവേ, നെതർലാൻഡ്സ്, ഇപ്പോൾ അദ്ദേഹം ഇറ്റലിയിലെത്തി. നോർവേയിൽ ഓസ്ലോയിൽ വെച്ച് നോർവേയുടെ പ്രധാനമന്ത്രി ജോനാസ് സ്റ്റോറും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പത്രക്കാരെ സംയുക്തമായി കാണുന്നു. രണ്ടുപേരും അവരവർക്ക് പറയാനുള്ളത് പറയുന്നു, അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോകും. പത്രക്കാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമില്ല. നോർവേയിലെ ഒരു പ്രാദേശിക പത്രക്കാരി ഹെല്ലെലിംഗ് എന്നാണ് അവരുടെ പേര്. അവരൊരു ചോദ്യം ഉറക്കെ വിളിച്ച് ചോദിക്കുന്നു, അല്ലേ പ്രധാനമന്ത്രി, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മാധ്യമ സ്വാതന്ത്ര്യമുള്ള ഈ നോർവേയിൽ വന്നിട്ട് ഇവിടുത്തെ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ താങ്കൾ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത്? നമ്മുടെ പ്രധാനമന്ത്രി ശ്രദ്ധിച്ചില്ല, തിരിഞ്ഞു നിന്നില്ല, അദ്ദേഹം മുന്നോട്ട് പോയി. പത്രപ്രവർത്തകർ പുറകെ ചെല്ലുന്നു. പ്രധാനമന്ത്രി ലിഫ്റ്റിൽ കയറുന്നതിനും വരെ ഒപ്പം ചെന്നു, ഒന്നും സംഭവിച്ചില്ല. അതിനപ്പുറത്തേക്ക് അവരെ പോകാൻ അനുവദിക്കാതെ സെക്യൂരിറ്റിക്കാർ തടയുന്നു. ഈ പത്രപ്രവർത്തക ഈ സംഭവങ്ങൾ എക്സിൽ കുറിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ പത്രസ്വാതന്ത്ര്യമുള്ള അല്ലെങ്കിൽ പത്രസ്വാതന്ത്ര്യം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന നോർവേയും 157-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യം ലോക കണക്കിൽ, ഫ്രീഡം ഓഫ് പ്രസിൻ്റെ കണക്കിൽ, അന്തർദേശീയ കണക്കിൽ 157-ാമത്തെ സ്ഥാനത്താണ്. നമുക്ക് പുറകിൽ പാലസ്റ്റീൻ അടക്കമുള്ള 1-2 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് സ്ഥിതി. അപ്പോൾ അവർ കുറിച്ച് വെക്കുന്നു, ഏറ്റവും കൂടുതൽ പത്രസ്വാതന്ത്ര്യമുള്ള നോർവേയുടെ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറാവാതെ 157-ാം സ്ഥാനത്തുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കടന്നുപോയി. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 157-ാം സ്ഥാനത്താണ് എന്ന് നമ്മൾ പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ജനാധിപത്യ സംവിധാനം അപകടത്തിലാണെന്നുള്ളതാണ്. നമുക്കറിയാം, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ്, അതേപോലെ തന്നെ ജുഡീഷ്യറി, ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രസ് എന്ന് നമുക്കറിയാം. കാരണം അവിടെയാണ് ചോദ്യങ്ങളുണ്ടാവുന്നത്. നമ്മൾ കേട്ടിട്ടുള്ളൊരു വാചകമുണ്ട്, ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്നതിലല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നതിലാണ് കഴിവ്. ഈ ചോദ്യങ്ങളാണ് ലോകത്തെ മാറ്റുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രശ്നങ്ങളെ നമ്മൾ കാണേണ്ടത്. ഒരു പത്രപ്രവർത്തകരുടെ മനസ്സിൽ നിന്ന് ഉയർന്നുവരുന്നൊരു ചോദ്യം, തങ്ങളുടെ രാജ്യത്തെ പത്രസ്വാതന്ത്ര്യത്തിൻ്റെ കണക്കനുസരിച്ച്, മാനദണ്ഡമനുസരിച്ച് അവർ ചോദിക്കും, മറുപടി കൊടുക്കാതെ കടന്നു പോകുന്നു. അത് ശരിയായില്ല എന്ന് അവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു വലിയ ശതമാനം ആളുകൾ പെട്ടെന്ന് രാജ്യസ്നേഹം മൂത്ത് അവരെ ആക്ഷേപിക്കുന്നു. അപ്പോഴും നമ്മുടെ രാജ്യം പത്രസ്വാതന്ത്ര്യത്തിൽ 157-ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നലല്ല. അതിന് താഴോട്ട് വരെ അധികം ആളുകളൊന്നുമില്ല. തുടർന്ന് വൈകുന്നേരം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ വക്താവ് സിബി ജോർജ് പത്രസമ്മേളനം വിളിക്കുന്നു. ഈ പത്രപ്രവർത്തകയും ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. 13 മിനിറ്റ് നീണ്ട ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തുന്നത്. നമ്മുടെ പാരമ്പര്യം, 5000 വർഷത്തെ പാരമ്പര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തിന് 0 എന്നുള്ള അക്കം കണ്ടുപിടിച്ചത് ഇന്ത്യയാണ്. യോഗ എന്ന് കൊണ്ടുവന്നത് ഇന്ത്യയാണ് എന്ന് തുടങ്ങിയുള്ള വലിയൊരു പ്രസംഗം. അതിലൊരിടത്തും പത്രസ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്നില്ല. അവർ ചോദിക്കുന്ന, അവരിടയ്ക്കേറി ചോദ്യം ചോദിക്കാൻ പോകുമ്പോൾ തടസ്സപ്പെടുത്തരുത്, ഞാൻ നടത്തുന്ന പത്രസമ്മേളനമാണെന്ന് പറയുന്നു. പ്രധാനമന്ത്രിക്കുള്ളതിനേക്കാൾ കൂടുതൽ ഗർവ് പ്രധാനമന്ത്രിയുടെ ഒപ്പം പോയ ആ വിദേശകാര്യ വക്താവിനുണ്ടായി. ഇടയ്ക്ക് ഈ പത്രപ്രവർത്തക വെള്ളം കുടിക്കാനായി പുറത്തോട്ട് പോകുന്നു. അതിനെപ്പറ്റി വ്യാഖ്യാനങ്ങൾ വരുന്നു. അവർ ഉത്തരം കേൾക്കാൻ നിൽക്കാതെ പുറത്തോട്ട് പോയി. അവർ ചോദ്യം ചോദിക്കാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അവർ തിരികെ വരുന്നു. അവർ തിരികെ വന്നതിന് ശേഷവും അവരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. എന്താണ് അവരുടെ ചോദ്യം? വളരെ സിമ്പിളാണ്.
പത്രസ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റവും മനുഷ്യാവകാശങ്ങളിലുള്ള കടന്നുകയറ്റവും ഇന്ത്യ കുറയ്ക്കുമോ? ട്രിക്കിയായിട്ടുള്ള ചോദ്യമാണ്, ഒരു സംശയവുമില്ല. പക്ഷെ അങ്ങനൊരു ചോദ്യം ചോദിക്കാൻ ലോക മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്തിൻ്റെ മനസാക്ഷിയെ നെഞ്ചിലേറ്റ് നടക്കുന്ന പത്രപ്രവർത്തകർക്ക് അവസരമുണ്ടാക്കിയ നമ്മുടെ അവസ്ഥയെപ്പറ്റി നമ്മൾ ചിന്തിക്കണ്ടേ? പാവം ആ പത്രപ്രവർത്തകയ്ക്ക് ആകാശവാണിയെപ്പറ്റിയോ മൻ കി ബാത്തിനെ പറ്റിയോ അറിയുന്നുണ്ടാവില്ല. നമ്മുടെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ കൂടെയാണ് സംസാരിക്കുന്നതെന്നും അത് നിങ്ങൾ കേട്ടാൽ മാത്രം മതി, ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കണ്ട എന്നുള്ള മനോഭാവം നെഞ്ചിലേറ്റ് നടക്കുന്നൊരു പ്രധാനമന്ത്രിയും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നൊരു ജനതയുമായി ഈ നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ളൊരു ഔന്നിത്യം ആ പാവ സ്ത്രീക്ക് ഇല്ലാതായിപ്പോയി. അതാണ് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു അവസ്ഥ എന്താണ്? നമ്മുടെ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കുമ്പോൾ ആ രാജ്യങ്ങളിലെ ജനതയ്ക്കുണ്ടാകുന്ന നമ്മളെ പറ്റിയിട്ടുള്ളൊരു ചിത്രമുണ്ട്. ഈ സന്ദർശനങ്ങൾക്കിടയിൽ 1-2 കരാറുകൾ ഒപ്പിട്ടതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെയും സ്വകാര്യമായ കമ്പനികൾക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിനപ്പുറം ഒരു ഹരിത വർണ്ണമുള്ള ചില കാര്യങ്ങളെ പറ്റിയിട്ടും ആലോചിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എങ്കിൽ വളരെ നല്ലത്, അതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അപ്പോഴും ഈ രാജ്യം ലോകത്തിന് മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, അവിടുത്തെ പത്രസ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെടുന്നതിനെപ്പറ്റി ഒരു വിദേശ പത്രപ്രവർത്തകർ ചോദിച്ചാൽ അതിനൊരു ഉത്തരം പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ രാജ്യം നിൽക്കുന്നത് എന്നുള്ളൊരു സങ്കടകരമായ സത്യമല്ലേ? ആ സങ്കടകരമായ സത്യം അങ്ങനെ നിൽക്കുന്നത് സങ്കടം മാറി വഴിമാറി പ്രതിഷേധമായി ഒരു ജ്വാലയായി ഉദിച്ചുയരേണ്ടത് ഈ മണ്ണിലാണ്. ദൗർഭാഗ്യവശാൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഈ രാജ്യത്ത് പല സ്ഥലത്തും അതിനുള്ള നീക്കങ്ങൾ കാണുന്നില്ല. എല്ലാം കവർന്നെടുത്തു പോകുമ്പോഴും അതിനെയൊക്കെ സഹിക്കുന്ന അപാരമായ ക്ഷമാശക്തിയുമായി എൻ്റെ ജനത കാത്തു നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നഷ്ടപ്പെടുന്ന സ്വാതന്ത്ര്യങ്ങൾ, നമുക്ക് നഷ്ടപ്പെടുന്ന അവകാശങ്ങൾ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വരമുയർത്താൻ എൻ്റെ നാട് തയ്യാറാവും എന്ന് വിശ്വസിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. അത് കാണാൻ അന്ന് ഈ നോർവേയിലെ പത്രപ്രവർത്തകർ ഉണ്ടാകുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. പക്ഷേ അന്നും ലോകത്ത് പത്രപ്രവർത്തനം ഉണ്ടാവും. അത്തരം കാര്യങ്ങൾ വന്നാൽ ലോക മാധ്യമങ്ങൾ അതിനെ ശ്ലാഘിക്കുന്ന നിമിഷങ്ങളും ഉണ്ടാവും. സ്വന്തവും സ്വതന്ത്രവുമായ ചിന്ത വെച്ചു പുലർത്തുന്ന ഒരു ജനതയായി നമ്മൾ മാറും എന്ന് നമുക്ക് വിശ്വസിക്കാം.